ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് AMLPS ഇരിങ്ങല്ലൂർ, അതായത് അമ്പലമാട് സ്കൂളിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇവിടെ ഈ സ്കൂളിലെത്താൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കരാട്ടെ പരിശീലനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ ചോലക്കുണ്ട് GUP സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്കൂൾ കവർ ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ മനോഹരമായിട്ടുള്ള ഈ സ്കൂളിലാണ് എത്തിയിട്ടുള്ളത്. മനോഹരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പൊതുവെ ചെറിയൊരു കെട്ടിടത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്ന് വലിയൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇതിൽ കുറേ പഴയ ആളുകളുണ്ട്. അതായത് നമ്മളെന്താണ് നമ്മളെ പൂർവികർ എന്ന് പറയുമല്ലോ, പഴയ കാലത്തുള്ള ആളുകൾ. നമുക്കൊരാളെ പരിചയപ്പെടാം. കണ്ടില്ല, ഇത് നമ്മളെ കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ. യെസ്, കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ. അത് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ സ്കൂള് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് അല്ലേ. ആദ്യം നമ്മളിങ്ങനെ 2-3 ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ അല്ലേ. കണ്ടില്ല, ആ ഒരു കെട്ടിടം അതിന്റെ ബാക്കിലുള്ള. അതെ, അപ്പൊ മാഷ് പഠിച്ചിട്ടുള്ള അതാണ്. അപ്പൊ കണ്ടില്ല, ഇതുപോലുള്ള നല്ല നല്ല ആളുകളുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ സ്കൂൾ ഇങ്ങനെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഇപ്പൊ ഇവിടെ സ്കൂളിലുണ്ടോ? ഇല്ല അല്ലേ. ഇപ്പൊ നമ്മളെ ഇത് 4ാം വാർഡാണിത്, പറപ്പൂർ പഞ്ചായത്തിലെ 4ാം വാർഡ് അല്ലേ. 4ാം വാർഡ് മെമ്പറും കൂടിയാണ്. വളരെയധികം സന്തോഷം. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റുമായിട്ട് കുട്ടികൾക്ക് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോസിൽ നിങ്ങൾക്ക് കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കാണാം. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ എന്താണ് പറയുക, ആ ഒരു ഇൻട്രസ്റ്റ്, നമ്മുടെ കുട്ടികളോടുള്ള ഒരു പെരുമാറ്റം, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളോടുള്ള ഒരു പെരുമാറ്റമൊക്കെ നമുക്ക് ഭയങ്കര ഇതായി. എനിക്ക് നേരത്തെ അറിയുന്നതാണ്. പിന്നെ എന്നിരുന്നാലും ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ സഹകരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 3 ക്ലാസ് റൂം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം 5ാം ക്ലാസ് വരെ അല്ലേ. അതെ, ഇവിടെ മാഷായിട്ട് വർക്ക് ചെയ്തിരുന്നു. ശരി. 2000 വരെ സ്കൂളിൽ അധ്യാപകനായിട്ട് 2000 പിന്നെ റിട്ടയർഡായി. 85ാം വയസ്സിൽ റിട്ടയർഡായി. ശരി. അങ്ങനെ ഇപ്പോ 80 വയസ്സായി. 80 വയസ്സായി. അല്ലോ, ഇപ്പോഴുള്ളവരാരുമില്ല, ഒക്കെ മരണപ്പെട്ടു പോയി അല്ലേ. എന്തായാലും നമുക്കൊരു പിന്നെ ഒരു സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം, മരണപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ടൊരു മൗനമായിട്ട് നമുക്ക് നിൽക്കാം. ഓക്കെ, വളരെയധികം സന്തോഷം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ രായിൻ കുട്ടിയാജി, അതുപോലെ തന്നെ മൊയ്തീൻ ഹാജി മെമ്മോറിയൽ, എങ്ങനെ എന്താണ്? രായൻകുട്ടിയുടെ ഉപ്പയാണ്. നിങ്ങളെ ഉപ്പയാണ് മൊയ്തീനാജി. പിന്നെ മരിച്ചശേഷം മൂത്ത ജ്യേഷ്ഠനാണ് കൊണ്ടുവരുന്നത്. അത് ശരി. അങ്ങനെ പാരമ്പര്യമായിട്ട് പോരുകയാണ്. ഞാൻ സ്കൂൾ ഇവിടെ ആയത് ഞാൻ തന്നെ കൊണ്ടുവരുന്നത് എല്ലാ കാര്യങ്ങളും അല്ലേ. ഇവിടെ രായൻകുട്ടി മാസ്റ്ററാണ് ഇപ്പോൾ ഉള്ളത്. ഈ രായൻകുട്ടിന്റെ പേരാണ് രായൻകുട്ടി മാസ്റ്റർ. മോൻ മൊയ്തീനാജിന്റെ മകൻ രായൻകുട്ടി. എങ്ങനെ കുട്ടികളൊക്കെ എങ്ങനെ എല്ലാ കുട്ടികളാണ് അല്ലേ. ഇവിടുത്തെ ഇത് LP സ്കൂളാണല്ലോ. ഇനിയിപ്പോ UP ഏത് സ്കൂളിലേക്കാണ് സാധാരണ പോകാറുള്ള കുട്ടികൾ? വ്യത്യസ്തമായിട്ടുള്ള സ്കൂളിലായിരിക്കും. കുട്ടിത്തറ സ്കൂൾ പോകും, വേങ്ങര സ്കൂൾ പോകും, അങ്ങനെ പോയി. പറപ്പൂർ UP സ്കൂൾ പോകാറുണ്ട്. അങ്ങനെ ഓക്കെ. എങ്ങനെ ഇവിടെ ബസ് സൗകര്യം ഒക്കെ ഉണ്ട് അല്ലേ? ബസ് 2 ബസ് ഉണ്ട്. 2 ബസ് ഇപ്പൊ ഉണ്ട്. ഓക്കെ. എത്ര കുട്ടികൾ ഏകദേശം പഠിക്കുന്നുണ്ട് ഇവിടെ? 300ഓളം കുട്ടികളുണ്ട്. 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. LKG UKG ഉണ്ട്. LKG UKG. പാർക്ക് പോലുള്ള സൗകര്യങ്ങൾ, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഇത് പൊളിക്കാൻ പോവാണ്. ഇവിടെ ഗ്രൗണ്ട് ഇല്ല. അപ്പൊ ഇത് പൊളിച്ചാല് കുറെ മിറ്റം കിട്ടും. അപ്പൊ അതിനാണ്ടാക്കേണ്ടത് അത് ബിൽഡിംഗ് സ്കൂളിൽ പൊളിക്കും. ഇത് കഴിഞ്ഞ അവിടെ ഗ്രൗണ്ട് ആദ്യത്തെ പഠിച്ച സ്കൂളാണ്, പഴയകാലത്തെ സ്കൂളാണ്. അപ്പൊ 100 ചില വർഷമായിപ്പത് സ്കൂളിന് 103ാം വാർഷിക കൊല്ലം കൊണ്ടാടിയത്. ശരി. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇത്രയും ഒരുപാട് സമയകാലല്ലേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. നല്ല എന്താണ് അഭിപ്രായം ഈ ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച്? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങളും അല്ലേ. നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പം ഇന്ന് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ വലിയ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. അതാണ് നമ്മളൊരു ഈ വയസ്സിന് നമുക്കൊരു ഇതില്ലാത്തത് അല്ലേ. മറ്റത് നമ്മൾ ഈ പിന്നെ ഈ ടീച്ചിങ് ഫീൽഡ് അല്ല വേറൊരു ഫീൽഡൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ അല്ലേ വേറൊരു ലെവലിലേക്ക് കയറാൻ എന്തായാലും വരിക. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങളെ കണ്ടതിൽ കേട്ടാ. ഓക്കെ, ഇനി എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ല. ഓക്കെ, എന്തായാലും ഇതുപോലെ പിന്നെ ദീർഘായുസ് തരട്ടെ, നല്ല ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. കാരണം വെച്ചാൽ നമ്മുടെ അതെ, നമുക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ആയുസ്സും ദീർഘായുസ്സും അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ നൽകേണ്ടത്. കാരണം എന്താ, നമ്മളെ കൊച്ചുകുട്ടികൾ, നമ്മുടെ സമൂഹ പ്രദേശത്തുള്ള കുട്ടികൾക്കും നാട്ടുകാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ജീവിതമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഫാമിലിക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ വളരെയധികം സന്തോഷം.
ആയിക്കോട്ടെ, നമുക്ക് പിന്നെ ക്ലാസ്സിലെ കുട്ടികളെ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പോകും. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ. ഇന്നലെ ഉണ്ടായിരുന്നു, 2 ദിവസം ഇന്നലെ വന്നു. സെലിമ ടീച്ചർ എല്ലാ സ്കൂളും, അതിപ്പോ ചോലക്കുണ്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒക്കെ 2 ദിവസം, അതായത് ഒരു ദിവസം 3 മണിക്കൂറാണ് നമ്മളെ ഇതിന്റെ പ്രൊജക്ട്. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. എന്താ നേരത്തെ അല്ലേ മുഹമ്മദ് മാസ്റ്ററെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. കാരണം ഇതിന്റെ പൂർവികരാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ ഈ ഉയർച്ചയ്ക്ക് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ HM ആണ്. HM കണ്ടില്ല നമ്മളെ കൂടെ ഉണ്ട്. ഞങ്ങളിത് ഒരുപാട് സ്കൂള് അല്ലേ, ഒരുപാട് സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഇതിപ്പോ 5ാമത്തെ സ്കൂളാണ് തോന്നുന്നുണ്ട്. ഏത് ഈ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ സെൽഫ് ഡിഫൻസ്, അതായത് കരാട്ടയിലെ സെൽഫ് ഡിഫൻസുമായിട്ട് മുന്നോട്ട് പോകുന്ന 5ാമത്തെ സ്കൂളാണിത്. ഈ സ്കൂളിന്റെ HM എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരുപാട് സ്കൂളിൽ പോയിട്ടും നമുക്ക് എന്തില്ല ഇത്തരത്തിലുള്ള ഒരു സംഗതികൾ ഇവിടെ നോക്കാം. തണ്ണിമത്തനാണെങ്കിലും ഇവിടെ ട്രെയിനേഴ്സിന് പ്രത്യേകം ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സംഗതി. വളരെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പല സ്കൂളിൽ പോയിട്ടും പല മാനേജ്മെന്റ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആരും ഒന്നും പറയാതെ തന്നെ നമുക്ക് എന്താണ് ഈ പഞ്ചായത്ത് ഫ്രീ കൊടുക്കുന്ന പോലെ തന്നെ കരാട്ടെ ക്ലാസ് ചെറിയ കുട്ടികൾക്ക് ഫ്രീ കൊടുക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ HMനെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ല. ഞങ്ങൾ പറയാതെ തന്നെ പോയിട്ട് സാധനം കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഓക്കെ, എന്തായാലും എന്താണ് മാഷ് പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ഇപ്പൊ എത്ര ക്ലാസ് റൂം ഉണ്ട്? മൊത്തം 12, 4 നഴ്സറി ക്ലാസ്. നഴ്സറിയിൽ എത്ര കുട്ടികളുണ്ട്? 120ഓളം കുട്ടികൾ നഴ്സറിയിൽ പഠിക്കുന്നുണ്ട്. 170ഓളം കുട്ടികൾ സ്കൂളിലും പഠിക്കും. 500ഓളം കുട്ടികൾ ഏകദേശം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നാട്ടുകാരുടെ സഹായത്തോടെ ഉഷാറായിട്ട് കണ്ടില്ല. എങ്ങനെ ഇത് ഉഷാറായി, അത് നല്ല ഉഷാറായി പോകാതിരിക്കുക എങ്ങനെയാണ്? നേരത്തെ പരിചയപ്പെട്ട് കണ്ടില്ലേ, 80 വയസ്സാണ്. 80 വയസ്സ്. അത് അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ കണ്ടില്ലേ ഈ സ്കൂളിലെ HMനെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ലേ ഇത്രയും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഈ സ്കൂളിന്റെ ഉയർച്ച എന്ന് പറയുന്നത്. എത്ര ടീച്ചേഴ്സിന്റെ 17ഓളം ടീച്ചേഴ്സ്. അപ്പം ടീച്ചർ നേരത്തെ കുറച്ച് മുമ്പ് HM ക്ലാസ്സിലേക്ക് വരുമ്പോഴൊക്കെ കുട്ടികളെ പിന്നെ നിർത്തലും ഇത് ശരിക്കും പഠിപ്പിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അത് ഞങ്ങളോട് തന്നെ എന്താണ് നല്ല രീതിയിൽ നിന്നിട്ടാണിത് ഏറ്റവും ക്വാളിറ്റി ക്ലാസ് കൊടുക്കണം എന്നുള്ളൊരു ആത്മാർത്ഥത ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാനവിടെ പുറകിലിരിക്കുകയാണ്. അപ്പോൾ HM വന്നപ്പോൾ ഞാൻ ഇത് ആരാന്ന് മനസ്സിലായില്ല. പിന്നീടാണ് പിന്നെ എൻ്റെ കൂടെയുള്ള ട്രെയിനേഴ്സ് പറഞ്ഞത് ഇവിടുത്തെ സ്കൂളിൽ HM ആണ്. അപ്പോൾ ഞാൻ പോയി പരിചയപ്പെടുകയും, കാരണം ഞാൻ പരിചയപ്പെടുന്ന മുമ്പ് തന്നെ കുട്ടികളുമായിട്ട് ഭയങ്കര ബന്ധങ്ങൾ, കാരണം ഭയങ്കര പിന്നെ കമ്പനിയായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അതായിരിക്കും ഈ സ്കൂളിൻ്റെ അത്രയും വലിയ ഉയർച്ച എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കണ്ടില്ല, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഉണ്ടല്ലോ ബുധനാഴ്ച ഉള്ളൊരു പിങ്കി ഡേ എന്നുള്ള അറിയപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണ്. ഇത് ബുധനാഴ്ച മാത്രം. ബുധനാഴ്ച മാത്രം. അതിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുമായി സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി രാവിലെ നടക്കും. മാസത്തിലുമായ വ്യായാമ മുറകൾ അന്ന് നടക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഓവർക്ക് ഉണ്ടാവില്ല. കുട്ടികൾക്ക് വായന മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ രാവിലെ ഒരു 7 ടീമുള്ള ഒരു മാച്ച് ആയിട്ട് സമീപത്തുള്ള നമ്മളെ പിന്നെ പ്രായമുള്ള ആളുകളെ വീട്ടിൽ ചെന്നു. അവരുടെ നല്ല കാര്യങ്ങളൊക്കെ
അങ്ങനത്തെ ദിവസമാണ് ഈ ബുധനാഴ്ച. അന്നത്തെ യൂണിഫോമാണ് ഈ പിങ്ക് ഡേയ്സ് യൂണിഫോം. സമൂഹത്തിൽ ബന്ധപ്പെടാനും ഒരു വീട്ടിൽ സംസാരിക്കണം, എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടാവാൻ കുട്ടികൾ ഇങ്ങനെ ആക്റ്റീവ് എന്നുള്ളതാണ്. കാരണം ടീച്ചേഴ്സ് ഞങ്ങളോട് പാട്ട് പാടാൻ പറയലും ഞങ്ങളോട് ഭയങ്കര സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടൊക്കെ എന്താണ് ടീച്ചേഴ്സിനൊക്കെ ഞങ്ങൾക്ക് തിന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എന്താണ് സ്കൂളിൽ എല്ലാവർക്കും ഷെയ്ക്കാൻ കൊടുക്കാനുള്ള ആവശ്യമായിട്ട് നമ്മൾ എല്ലാവരും അപ്പം നല്ല ഷെയ്ക്കാൻ കൊടുക്കാം. ഏത് വരുന്ന ആദ്യത്തെ 5 മിനിറ്റ് ഷെയ്ക്കാൻ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ടായിരിക്കണം തരുന്നത്. ഒരു പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കുട്ടികളൊക്കെ വീട്ടിൽ വരുന്ന അവർ മൊബൈൽ കണ്ടിങ്ങനെ കേൾക്കും. വിസിറ്റേഴ്സ് വരുന്നാലോ വാപ്പ് വന്നാലോ അമ്മ വന്നാലോ വല്യപ്പാരുണ്ടെങ്കിൽ ഒന്നും പരിഹരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്ടം. എങ്ങനെ വീട്ടിൽ കയറി സംസാരിക്കണം, വീട്ടുകാർ വന്നാൽ എങ്ങനെ, അതുകൊണ്ടാണ് അങ്ങനത്തെ ദിവസം തന്നെ ഒരു പ്രത്യേകമായിട്ട് ഒരു ദിവസം അതിന് വേണ്ടി മാറും. ഇതൊക്കെ നടന്നിട്ടുള്ളൂ എങ്കിൽ പിങ്കി ഡേയ്സിന് അന്ന് ഭയങ്കര ആക്റ്റീവായി സമൂഹമായി ഒരു ബന്ധം കുട്ടികൾക്ക് വേണം എന്നുള്ള ഒരു ആശയമാണ് ഇതിനാണ്. അതുകൊണ്ടാണ് ഈ സെൽഫ് ഡിഫൻസ് ഒക്കെ നമ്മൾ സ്കൂൾ തലത്തിലാവുക. പിന്നെ പഞ്ചായത്ത് നമ്മളൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞത് ഓരോ സ്കൂളിൽ നിങ്ങൾ വെക്കും. സെൻറ്ററിൽ വെച്ചാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റൂല. അതുപോലെ ആൺകുട്ടികൾക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ശരിക്ക് പിന്നെ 3-4 ആൺകുട്ടികൾക്ക് നീന്തൽ പരിശീലനമുണ്ട്. അതുപോലെ പഞ്ചായത്ത് ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമുക്ക് നന്ദി പറയാം. പ്രത്യേകം നമ്മൾ അതിൻ്റെ നേരത്തെ ഒന്ന് വാർഡ് കൊടുത്ത സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. എന്തായാലും നിങ്ങളെയും പ്രത്യേകം ഞാൻ ഇതിനൊരു ഓരോ സ്കൂളുകളിൽ കുട്ടികളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വലിയൊരു നിർദ്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. നിങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാർക്ക് നടക്കാനല്ല. നിങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളതിൻ്റെ പേരിൽ ഷോർട്ടക്കൻ കവാറ്റിൻ്റെ ടീമിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടും കൂടി അവരെ സഹകരണത്തിലൂടെ മനസ്സിലാക്കുന്നത് സന്തോഷമുണ്ട്. എല്ലാവരെയും ഓക്കെ. ഒറ്റ മിനിറ്റ്. അത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നേരത്തെ HM പറഞ്ഞ് നമ്മളിവിടുത്തെ കുട്ടികളെ ആക്റ്റീവ് നിങ്ങൾക്ക് കാണാൻ ഇനി അവർ പാട്ട് പാടുന്നതും അവർ സെൽഫ് ഡിഫൻസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിസര പ്രദേശത്തുള്ള പിന്നെ പാരൻസൊക്കെ കഴിയുന്നതും സ്കൂളിലൊക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ കൊണ്ടുചേർക്കാണ് നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഒരു സ്കൂളിലും കൊടുക്കാത്ത ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പിന്നെ ബുധനാഴ്ച ഒരു പിങ്ക് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഉണ്ടാക്കിയിട്ട് അത് പരിസര പ്രദേശത്തിലുള്ള വീടുകളിലും ഏജ് കൂടിയ ആളുകളോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നേരത്തെ HM പറഞ്ഞ പോലെ മൊബൈലും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുട്ടികളൊക്കെ വൈതന്നി പോകുന്ന അവസ്ഥയിലാണ്. ആ സമയത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും സ്കൂളിന് ഇത്തരത്തിലൊരു കാര്യം നമ്മുടെ സമൂഹ പ്രദേശത്തിലുള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക് പകർത്തി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ കുട്ടികൾ ഫ്യൂച്ചറിൽ നല്ല കുട്ടികളായി തീരും എന്നത് മാത്രമല്ല, പിന്നെ അവർക്ക് സ്വന്തം ഉയരാനും അതുപോലെ തന്നെ സമൂഹത്തിന് നല്ലൊരു സമ്പത്തായി പിന്നെ വളരാനും സാധിക്കും എന്നുള്ളതാണ്. ഡിഫൻസ് ചെയ്യാൻ അല്ലേ, സ്വന്തം ഒരു സുരക്ഷയാണ് നമുക്ക്. അതിനൊക്കെ നമ്മൾ ആപ്റ്റായിട്ടുണ്ട് 2 ദിവസം കൊണ്ടെന്ന് പറഞ്ഞു. വളരെ ഉഷാറാണ്. ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മാഷിൻ്റെ ഒരു സന്തോഷത്തിന് എന്ത് ചെയ്യാം, ചെറിയ തണ്ണിമത്തനൊക്കെ കഴിക്കുക. നിങ്ങളെല്ലാവരും ഉഷാറായിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് എന്ത് ചെയ്യാം. എന്തായാലും നമുക്ക് ഇവരോട് ഒന്നിച്ച് നല്ലൊരു സെൽഫി എടുക്കണം, നല്ലൊരു പാട്ട് പാടി കൊടുക്കണം. നിങ്ങളെ സ്കൂളിൻ്റെ ഈ സംഭവം അവരൊന്ന് അറിയിക്കും വേണം അല്ലേ. നമ്മളെ കൈകളൊക്കെ അവരറിയിക്കണ്ടേ, അവരെ കൈകൾ കൂടെ കാണിച്ചു നമുക്ക് വേണ്ടി. അതുപോലെ നമ്മളെ ഉഷാറായിട്ട് നല്ല രൂപത്തിലുള്ള പാട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു അവസാന 10 മിനിറ്റ് കയ്യിലുള്ള സമയമാണ്, നമുക്ക് ചെയ്യാം. എന്തായാലും ആയിക്കോട്ടെ ഇതിലെ ഫസ്റ്റ് ഓക്കെ, വെരി ഗുഡ്.
AMLP സ്കൂൾ ഇരിങ്ങല്ലൂർ അമ്പലമാട് സ്കൂളത്തെ കുട്ടികൾക്ക് നമ്മളെ പറപ്പൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സെൽഫ് ഡിഫെൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുമ്പ് നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ മാഷുമാർ അതുപോലെ തന്നെ HMൻ്റെ കാര്യങ്ങളൊക്കെ തണ്ണിമത്തം കൊടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും അല്ലേ കുട്ടികളൊക്കെ ഹാപ്പിയാണോ? 2 ദിവസത്തെ ക്ലാസ്സിൽ ഹാപ്പിയാണോ? എല്ലാവരും എത്രാം ക്ലാസ്സിൽ പഠിക്കണ മോള്? 3ാം ക്ലാസ്സിൽ. എന്താ പേര്? ആർക്ക് പാട്ട് പാടാനൊക്കെ പറ്റുക? പാട്ട് പാടാൻ എന്തായാലും ആരെങ്കിലും ഒരാൾ പാട്ട് പാടണം. പാട്ട് പാടും അല്ലേ? ഓക്കെ, അതെ. ഏത് പാട്ടാ പാടണേ? ഏത് പാട്ടാ പാടാൻ പറ്റുക? എത്രാം ക്ലാസ്സിലെ? 3ാം ക്ലാസ്. എന്താ പേര്? അതുഫ. എന്നാ അത് പിടിച്ചോളൂ, ഇത് മൈക്കാണ്, പേടിക്കണ്ട. 2 എന്നാ വാ നിൽക്ക്. എല്ലാവരും കൈ അടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഉഷാറായിട്ട് നമുക്ക് അല്ലേ നമ്മൾ 2 ദിവസം വളരെ അല്ലേ സന്തോഷത്തിൽ പിന്നെ അല്ലേ എല്ലാവരും അല്ലേ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു? കരാട്ടെ ഇഷ്ടപ്പെട്ടാ? ഓക്കെ, വെരി ഗുഡ്. എന്നാ പാട്ട് തുടങ്ങല്ലേ? എന്നാ പാടിക്കോളൂ. നല്ല നല്ല ഉഷാറായിട്ട് പാടും. നല്ല കുട്ടികളാണ്. ആ സ്റ്റാർട്ട്. വെരി ഗുഡ്. നല്ല ഉഷാറായിട്ടാ. ക്ലാപ്പ്. ഞാൻ ആയിരിക്കാൻ പറ്റുമോ? ഒരാൾക്കും കൂടി അവസരം തരാം. ഞാൻ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ആരാ പാടുക? പാടൂല. ഓക്കെ, എന്തായാലും അല്ലേ ഒരുപാട് 2 ദിവസമായിട്ട് പിന്നെ ഒരു ദിവസം 3 മണിക്കൂറായിട്ട് ഇങ്ങനെ കുട്ടികൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അല്ലേ കുട്ടികൾ ഇപ്പോൾ ഈ വെയിലത്തും കൂടിയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് സൗകര്യങ്ങളുള്ള സ്കൂളാണ്. കാരണം ആദ്യം ചെറിയൊരു കെട്ടിടത്തിൽ തുടങ്ങിയിട്ട് ഇന്ന് വലിയൊരു സെറ്റപ്പിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടില്ലേ, പാർക്ക് സൗകര്യങ്ങളും ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരു ടീച്ചർ നമ്മളെ കൂടെ 2 ദിവസമായിട്ട്, ഇന്നലെ വേറെ ടീച്ചറായിരുന്നു, ഇന്ന് വേറെ ടീച്ചറാണ് അല്ലേ. ഒരുപാട് ട്രെയിനേഴ്സും കണ്ടില്ലേ. HM ഒക്കെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടക്ക് നിൽക്കുന്ന HM അല്ലേ. നല്ല ഉഷാറല്ലേ HM? നല്ല അഭിപ്രായം അല്ലേ? ഓക്കെ, എന്തായാലും വീഡിയോസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം അറിയിച്ചുകൊണ്ട് അല്ലേ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്ന നമ്മുടെ സ്കൂളിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ലൊരു പിന്നെ ഓപ്പർച്യൂണിറ്റി നമ്മളെ കുട്ടികൾക്ക് AMLP സ്കൂള് എല്ലാ കുട്ടികൾക്ക് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് തന്നു. അതായത് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സലീബ ടീച്ചറും മറ്റുള്ള പിന്നെ പഞ്ചായത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും നമുക്ക് തന്ന ഈ അവസരത്തിന് ഒരു നന്ദി പറയാം അല്ലേ. എല്ലാവർക്കും നന്ദി പറയല്ലേ അല്ലേ? നമ്മളെ HMന് ഈ സ്കൂളിനും നമ്മുടെ പഞ്ചായത്തിനൊക്കെ നന്ദി പറയല്ലേ? ഒരു താങ്ക് യു പറയോ? താങ്ക് യു പറയൂ. താങ്ക് യു. വെരി ഗുഡ്. എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.